എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ എങ്ങനെ മലയാളികളെ പറ്റിക്കണം എന്ന് ചൂണ്ടയുമായി കാത്തിരിക്കുന്ന അനേകർ ഉള്ള ഒരു സ്ഥലമാണ് ന്യൂസിലൻഡും ഓസ്ട്രേലിയയും. ആ പറ്റിക്കലിൽ ഏറ്റവും റീസെൻ്റായി നടന്ന പുതിയൊരു പറ്റിക്കലിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും മാരിയറ്റ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്. ഈ മാരിയറ്റ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് വേൾഡിലെ നമ്പർ 1 എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും വലിയ ചെയിൻ ഓഫ് ഹോട്ടൽസ്, 5 സ്റ്റാറും 7 സ്റ്റാർ ഹോട്ടൽസാണ്. ഈ ഹോട്ടലിൻ്റെ പേരിൽ അവരുടെ ഫേക്ക് ലെറ്റർ പാഡ് ഉണ്ടാക്കി, അവരുടെ ഫേക്ക് സീലും അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും വെച്ചിട്ട് പുതിയൊരു തരത്തിലുള്ള പറ്റിക്കൽ, അല്ലെങ്കിൽ പറ്റിക്കൽ തന്നെ പുതിയൊരു കുപ്പിയിൽ ഇത് അവതരിച്ചിരിക്കുകയാണ്. ഒത്തിരി മലയാളികൾ അതിൻ്റെ അകത്ത് പറ്റിക്കപ്പെട്ടുമിരിക്കുന്നു. ഈ റീസെൻ്റായിട്ട് നാട്ടിൽ നിന്നും നമ്മുടെ ഒരു കൂട്ടുകാരൻ വഴി നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവർ നമ്മളോട് ഇത് പുറം ലോകത്തോട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വിളിച്ചു പറയണം, കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് ആൾക്കാരിൽ നിന്ന് ഇവർ പറ്റിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ദയവായിട്ട് ഇത് പുറത്തുവിടണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഡീറ്റെയിൽസ് പുറത്തുവിടുന്നത്. ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി എംബസിയിൽ നിന്ന് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണം, അതിനുശേഷം അവിടുന്ന് ഒരു ഇൻഫർമേഷൻ വരും, അതായത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവിടെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ മെയിലിലേക്ക് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം 2 മണിക്കൂറിനുള്ളിൽ 22,000 സംതിങ് രൂപ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് അവർ ലിങ്ക് അയച്ചു തരാനാണ് സാധ്യത. ആ രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. പിന്നെ ഇവരെ വർക്ക് പെർമിറ്റ് വന്നതിൻ്റെ മെയിൽ ഐ ഡി, ഞാൻ ഇവരെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിലുള്ള മെയിൽ ഐ ഡി എന്നല്ല, അതേപോലെ തന്നെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിലാണ് ഇവരെ ഓഫർ ലെറ്ററിലുള്ള മെയിൽ ഐ ഡി ഉള്ളത്. അപ്പം ആ മെയിൽ ഐ ഡിന്നാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഓഫർ ലെറ്റർ കണ്ടു കഴിഞ്ഞാൽ അതിലെ ലെറ്റർ ഹെഡിലെ ഡീറ്റെയിൽസ് വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഫേക്ക് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയില്ല. അതുപോലെ തന്നെ വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോമും അവർ ഈ വ്യക്തിയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങി. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് സംശയം തോന്നിയതിന് ശേഷം ഈ ഓഫർ ലെറ്ററും വിസ പ്രോസസ്സിങ്ങിനുള്ള ഇനീഷ്യൽ ഫോമൊക്കെ ഒരു സംശയം തോന്നിയത് കൊണ്ട് അദ്ദേഹം ഓസ്ട്രേലിയയിൽ ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു വ്യക്തിയെ ബന്ധപ്പെടുകയും അദ്ദേഹം അത് മാരിയറ്റ് ഹോട്ടലിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇതുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഇത് ഫസ്റ്റ് കേസല്ല, ഞങ്ങളുടെ പേരിൽ ഒത്തിരി പേരെ അവർ പറ്റിക്കുന്നു, അതിൽ പ്രധാന പ്രമുഖരായിട്ടുള്ളത് മലയാളികൾ തന്നെയാണ്, ഇന്ത്യക്കാർ തന്നെയാണ് എന്ന്. ഇവർക്ക് മറ്റ് സർവീസ് ചാർജുകളൊന്നും ഇതുവരെ വാങ്ങിയിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് സർവീസ് ചാർജ് എന്ന് പറയുന്നത് അടുത്ത നമ്മുടെ ജോലി കയറിയതിന് ശേഷം ഫസ്റ്റ് മാസത്തെ സാലറീൻ്റെ പകുതിയാണ് അവർ ചോദിക്കുന്നത്. ആദ്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കുക, ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന ഒരു പരിപാടി ഇവിടെ ഓസ്ട്രേലിയയിൽ ഇല്ല, അത് ഇല്ലീഗലാണ്. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇനീഷ്യൽ പ്രോസസ്സിംഗ് ഫീസ് ഒന്നും വേണ്ട, നിങ്ങൾ ജോലിക്ക് കയറിയതിന് ശേഷം പൈസ തന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അപ്പം തന്നെ മനസ്സിലാക്കിക്കൊള്ളുക, അത് ഫ്രോഡാണ്. ദയവായി ആരും ഇങ്ങനെയുള്ള ചതിയിൽ പോയി പെടരുത്. ഇത് കൊടും ചതിയാണ്. ഇങ്ങനെ ഹോട്ടലുകളുടെ പേരിൽ, ഇവിടുത്തെ ഫാമുകളുടെ പേരിൽ, ഇവിടുത്തെ ഹോസ്പിറ്റലുകളുടെ പേരിൽ എല്ലാം വലിയ രീതിയിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആരും ഇങ്ങനെയുള്ള ചതിയിൽ പോയി പെടരുത്. ചതിക്കപ്പെടാൻ നിങ്ങളെ തന്നെ നിർത്തി കൊടുക്കരുത്. ദയവേത് എല്ലാവരും ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. മാക്സിമം ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരപ്പെടട്ടെ. പൈസ കൊടുക്കാൻ റെഡിയായി നിൽക്കുന്നവരാരെങ്കിലും ആ ചതിയിൽ പെട്ട് പോകാതിരിക്കട്ടെ. മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.